ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ കഥയാണ് പഠിച്ചത്. എല്ലാവരും അത് കേൾക്കണം. കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ. വളരെ വളരെ ഭക്തി നിർഭരമായ ഭാഗവതത്തിലെ ഒരു ഭാഗമാണ് അത്. അങ്ങനെ ഭഗവാന്റെ നേതൃത്വത്തിൽ ദ്വാരകയിൽ വളരെയധികം സമൃദ്ധി കൈവരികയാണ്. പ്രജകൾക്ക് യാതൊരു അല്ലലും കൂടാതെ സർവൈശ്വര്യ ക്ഷേമാദികളോടെ ഭഗവാൻ ദ്വാരകയെ പരിപാലിച്ചു വാഴുന്ന ആ കാലത്ത് യാദവന്മാരെല്ലാവരും വലിയ അഹങ്കാരികളും മദ്യപാനാസക്തന്മാരുമായി തീർന്നു. കൃഷ്ണപുത്രന്മാർ പോലും ധർമ്മനീതികളിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുവാൻ തുടങ്ങി. അക്രമങ്ങളും അധർമ്മങ്ങളും ദ്വാരകയിൽ ഉടനീളം നടമാടി. യാദവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ ഈ അവസ്ഥ കണ്ട ഭഗവാൻ ഇങ്ങനെ വിചാരിച്ചു: ഭാരതയുദ്ധം മൂലം ഒട്ടനവധി ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം ഞാൻ കുറച്ചു. ഇപ്പോൾ എൻ്റെ വംശത്തെ കൊണ്ടാണ് ഭൂമിദേവിക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നത്. ആയതിനാൽ ഈ വംശത്തെയും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് പുത്രന്മാരെന്നോ മിത്രങ്ങളെന്നോ ഭേദമില്ല. ഞാൻ നിഷ്കളങ്കനും നിരുപാധികനുമാണ്. എനിക്ക് എൻ്റെ മൂലകാരണത്തിൽ ചെന്നു ചേരേണ്ട സമയവും ആയിക്കഴിഞ്ഞിരിക്കുന്നു. സാഗരത്തിൽ നിന്നും ഉദ്ധരിച്ച് ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ അത്ഭുത ശില്പവൈഭവത്താൽ അരയാമം കൊണ്ട് ലോകോത്തര സുന്ദര നഗരിയാക്കി തീർത്ത ഈ ദ്വാരകയ്ക്ക് 8 പന്തീരാണ്ടു കാലത്തെ ആയുസ്സേ ഞാൻ വിധിച്ചിട്ടുള്ളൂ. എൻ്റെ മൂലകാരണമായ വിഷ്ണുവിൽ ഞാൻ ലയിക്കുന്നതിനോടൊപ്പം ഈ ദ്വാരകയും നശിക്കണം. അതിന് ബാഹ്യമായി ശാപമെന്ന വ്യാജേന ഒരു കാരണവും സൃഷ്ടിക്കണം. ഇങ്ങനെ ചിന്തിച്ചുറച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കി. ശ്രേയസ് പല വിധത്തിലുണ്ട്. എങ്കിലും ഭക്തിയാലുള്ള ശ്രേയസിനോളം ശ്രേഷ്ഠത മറ്റൊന്നിനുമില്ല. ഈ വിധം ധരിച്ചുകൊണ്ട് ഒരു ദിവസം കശ്യപൻ, ഭൃഗു, ഭരദ്വാജൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, കണ്വൻ എന്നീ ഋഷിപുങ്കവന്മാർ ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി ദ്വാരകയിലേക്ക് തിരിച്ചു. ദ്വാരക ദർശിക്കണമെന്നുള്ള മോഹം അവരുടെ മനസ്സിൽ ഒരേ സമയത്ത് ഉണ്ടായി. ഭൂലോക വൈകുണ്ഠമാണ് ദ്വാരകയെന്ന് അവർക്ക് തോന്നി. അതനുസരിച്ച് ഭക്തിയോടുകൂടി അവർ പുറപ്പെടുകയും ചെയ്തു. ഓരോരുത്തരായി പുറപ്പെട്ടു. എങ്കിലും മാർഗമധ്യേ അവരെല്ലാവരും ഒന്നിച്ചുകൂടി. താടിക്കാരായ കുറേ സന്യാസിമാർ ദൂരെ നിന്നും വരുന്നത് കണ്ട് അവരെ ശരിക്കൊന്ന് കളിയാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഏതാനും യാദവന്മാർ കൃഷ്ണപുത്രനായ സാമ്പനെ ഒരു പെണ്ണിൻ്റെ വേഷമണിയിച്ച് വയറ്റത്ത് കുറേ തുണിയും വെച്ചു കെട്ടി ബലരാമൻ്റെ അനുജനായ സാരണൻ്റെ നേതൃത്വത്തിൽ കുറേ കൂട്ടുകാരോടും കൂടി മുനിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു: ഹേ മഹർഷികളെ, നിങ്ങൾ ത്രികാലജ്ഞാനികളാണല്ലോ. ഇവൾ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ ഒന്ന് പറയാമോ? ആ സന്യാസിമാർ പരസ്പരം ഒന്ന് നോക്കി. എന്നിട്ട് കോപത്തോടു കൂടി അവരിൽ ഒരാൾ ഇങ്ങനെ ശപിച്ചു: ഇവൾ ഉടനെ തന്നെ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും. അതുമൂലം നിങ്ങളുടെ യദുവംശവും നശിക്കും. സാമ്പനും കൂട്ടുകാരും ഇതുകേട്ട് പരിഹാസത്തോടു കൂടി കൂക്കി വിളിച്ച് അട്ടഹസിച്ചു. മഹർഷിമാർ ശ്രീകൃഷ്ണനെ ചെന്നുകണ്ട് സംഭാഷണങ്ങളെല്ലാം ചെയ്തതിനു ശേഷം തൊഴുതു വണങ്ങി അനുഗ്രഹങ്ങളും വാങ്ങി പുറപ്പെടാൻ തുടങ്ങിയ സമയത്ത് ശാപത്തിൻ്റെ കാര്യവും അദ്ദേഹത്തെ ധരിപ്പിച്ചു. നല്ലതു തന്നെ, എൻ്റെ ആഗ്രഹവും
അതുതന്നെയായിരുന്നു. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഭഗവാനും അപ്പോൾ അരുളി ചെയ്തു. സാമ്പനും കൂട്ടുകാരും കൂടി താടിക്കാരെ കളിപ്പിച്ച കഥകളും പറഞ്ഞ് അട്ടഹസിച്ചു രസിച്ചു നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് സാമ്പന് വയറുവേദന അനുഭവപ്പെടുകയും ഒരു പൊട്ടിക്കരച്ചിലോടുകൂടി അവൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കുകയും ചെയ്തു. യാദവന്മാർ അതുകണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. അവർ പരിഭ്രമത്തോടുകൂടി ഓടിച്ചെന്ന് കൃഷ്ണനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തു: എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോയി ഉഗ്രസേന മഹാരാജാവിനോട് വിവരം പറയൂ. അദ്ദേഹം എന്തെങ്കിലും നിവർത്തിമാർഗം ഉണ്ടാക്കിത്തരും. കേട്ടവർ വന്നു ആൾക്കൂട്ടവും വലുതായി. മുനി ശാപത്തെ ചിന്തിച്ച് അവർക്ക് ഭയവും വർദ്ധിച്ചു. എല്ലാവരും കൂടി ഉഗ്രസേന മഹാരാജാവിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ ഇരുമ്പുലക്ക ഉടനെ തന്നെ രാഗി പൊടിയാക്കി കടലിൽ കലക്കിക്കളയുവാൻ ഉഗ്രസേന മഹാരാജാവ് കൽപ്പിച്ചു. സമുദ്രജലത്തിൽ കലങ്ങിപ്പോയാൽ ശാപം ഫലിക്കുകയില്ല എന്നായിരുന്നു ശുദ്ധാത്മാവായ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. യദുവംശ നേതാക്കന്മാരാരും തന്നെ ഈ കഥ അത്ര കാര്യമാക്കിയതുമില്ല. കൽപ്പന പ്രകാരം ഇരുമ്പുലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കുകയും രാഗി ഒടുവിൽ വന്നപ്പോൾ ഒരംശം അവശേഷിച്ചത് കടലിലേക്ക് അവർ വലിച്ചെറിയുകയും ചെയ്തു. തെളിച്ചത്തോടുകൂടി വെള്ളത്തിൽ പാളി വീണ ആ ചെറിയ ഇരുമ്പു കഷ്ണം ഭക്ഷണമാണ് എന്നു കരുതി അപ്പോൾ തന്നെ ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവന് തൻ്റെ വലയിൽ കിട്ടി. ആ മുക്കുവൻ അതിനെ വിൽക്കാൻ കൊണ്ടു നടന്നപ്പോൾ ജരൻ എന്ന ഒരു വേടൻ അതിനെ വിലയ്ക്ക് വാങ്ങി. പാകം ചെയ്യാനായി അതിനെ കീറിയപ്പോൾ വയറ്റിനകത്ത് ഒരു ഇരുമ്പു കഷ്ണം ഇരിക്കുന്നത് കണ്ട് അവൻ അതെടുത്ത് അതുകൊണ്ട് ഒരു ശരത്തിൻ്റെ അഗ്രം ഉണ്ടാക്കി. ആഴിയിൽ പതിച്ച ഇരുമ്പുലക്കയുടെ ആ പൊടികൾ തിരമാലകളാൽ കരയ്ക്കടിഞ്ഞ് മൂർച്ചയുള്ള ഏരക പുല്ലുകളായി കടൽ തീരം മുഴുവനും പടർന്നു പിടിച്ച് തഴച്ച് വളർന്നു. ആയിടയ്ക്ക് ഒരു സുദിനത്തിൽ ലോകസഞ്ചാരത്തിനിടയിൽ നാരദമുനി വിശ്വംഭരനെ കാണുവാനായി ദ്വാരകയിലേക്ക് എഴുന്നള്ളി. അപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള ആരംഭമാണ് എന്നറിഞ്ഞ് നാരദർ വസുദേവരെ ചെന്നുകണ്ട് അദ്ദേഹത്തിന് പല ആധ്യാത്മിക ഉപദേശങ്ങളും നൽകി. വസുദേവരും ദേവകിയും കശ്യപന്റെയും അതിഥിയുടെയും പുനർജന്മങ്ങളാണെന്നും കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണു ആണെന്നുമുള്ള പരമമായ യാഥാർത്ഥ്യ തത്വരഹസ്യം കൂടി നാരദർ അവരെ ധരിപ്പിച്ചു. ലോകാനന്ദമൂർത്തിയുടെ സ്വർഗാരോഹണം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ദേവവൃന്ദങ്ങളും ബ്രഹ്മദേവനും അമ്പരവീഥിയിൽ വന്ന് അഖിലേശ്വരനായ അച്യുതൻ്റെ അത്ഭുത മഹിമകളെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. അനവധി അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ധർമ്മ സംസ്ഥാപനാർത്ഥം ഇത്ര ശ്രേഷ്ഠമായ ഒരു പുണ്യാവതാരം കൃഷ്ണാവതാരമല്ലാതെ മറ്റൊന്നില്ല എന്ന് വിധാതാവ് ദേവന്മാരോട് ഉപദേശിച്ചു. അപ്പോൾ ശ്രീഹരിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മദേവനോടും ദേവന്മാരോടുമായി ഇങ്ങനെ അരുളി ചെയ്തു: ഇന്നിപ്പോൾ യദുക്കൾക്ക് വീര്യവും ശൗര്യവും വർദ്ധിച്ചു. അവർ ചെയ്യുന്ന അധർമ്മങ്ങളാൽ ധരണീദേവിക്കുള്ള ഭാരവും അതിദുസ്സഹമായി തീർന്നിരിക്കുന്നു. ആയതിനാൽ ധർമ്മം നിലനിർത്തുന്നതിനു വേണ്ടി ഞാനുടനെ യദുവംശം മുഴുവനും നശിപ്പിക്കും. എനിക്ക് വേണ്ടി ക്ഷണനേരം കൊണ്ടുണ്ടായ ദ്വാരക എൻ്റെ അന്തർധാനത്തോടുകൂടി സാഗരത്തിൽ ആഴ്ന്നു പോകും. ഞാനും എൻ്റെ കാരണമായ വിഷ്ണുവിൽ ഉടൻ തന്നെ ലയിക്കുന്നതാണ്. എൻ്റെ അവതാര ഉദ്ദേശം മുഴുവനും തീർന്നിരിക്കുന്നു.
ഞാൻ അവതരിച്ചിട്ട് 106 വർഷവുമായി. ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവനും ദേവസമൂഹവും വിശ്വൈകനാഥനെ തൊഴുതു വന്ദിച്ച് ആകാശത്തിൽ മറഞ്ഞു. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണം അടുത്തിരിക്കുന്നു. ഇതറിഞ്ഞ് ഗന്ധർവ കിം പുരുഷാദികളും ദേവന്മാരോടൊപ്പം ഗഗനവീതിയിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ കാലത്ത് ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും ദുശകുനങ്ങളും അടിക്കടി കാണപ്പെട്ടു. പാരിജാതവും ഇന്ദ്രസഭയും സ്വയം നഭസ്സിലേക്ക് ഉയർന്നു, നാഗലോകത്തിലേക്ക് പോയിക്കഴിഞ്ഞിരിക്കുന്നു. പാഞ്ചജന്യം മുഴങ്ങുമ്പോൾ പ്രണവനാദത്തിനോടൊപ്പം അപശബ്ദങ്ങൾ കേൾക്കപ്പെടുക, പൂജാദ്രവ്യങ്ങളിൽ കൃമി നുരയ്ക്കുക, ആകാശത്തിൽ സദാ കൊള്ളുമീൻ കാണപ്പെടുക, ഇങ്ങനെ പല ദുർനിമിത്തങ്ങളും സാധാരണ കണ്ടു തുടങ്ങി. കാലപുരുഷനായ കാറൊളിവർണ്ണൻ, ഉദ്ധവർ തുടങ്ങിയ വൃദ്ധരായ അമാത്യന്മാരെയും പ്രബുദ്ധരായ യാദവ പ്രമാണികളെയും ജ്യേഷ്ഠനെയും ഉഗ്രസേനാദി ഗുരുജനങ്ങളെയും വിളിച്ചു വരുത്തി ഇങ്ങനെ അരുളി ചെയ്തു: നാശസൂചകങ്ങളായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. മുനിശാപത്തിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ കാണപ്പെടുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു. പക്ഷേ അതേക്കുറിച്ചാരും ഒരു അഭിപ്രായവും പ്രകടിപ്പിച്ചില്ല. യദുവംശത്തിൻ്റെയും ദ്വാരകയുടെയും നാശത്തിനുള്ള സമയം ആസന്നമായി കഴിഞ്ഞിരിക്കുന്നു. ദ്വാരക നശിക്കുമ്പോൾ അവസാനമായി അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും രക്ഷിക്കുവാൻ കെൽപ്പുള്ളവൻ പാർത്ഥൻ മാത്രമേയുള്ളൂ. ഈ വിധം ചിന്തിച്ച് ഭഗവാൻ തൻ്റെ സാരഥിയായ ദാരുകനെ വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു: നീ ഈ ക്ഷണം തന്നെ ഹസ്തിനപുരിയിൽ പോയി അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയൂ. തൽക്ഷണം തന്നെ ദാരുകനും രഥാരൂഢനായി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. പാർത്ഥന്റെ ആഗമനത്തിനു മുമ്പേ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തീരുമാനിക്കുന്നു. അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം അവസാനിച്ചിരിക്കുന്നു. ഇനി വേഗം എന്നിൽ വന്ന് വിലയം പ്രാപിച്ചു കൊള്ളുക എന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തത് ജഗന്മയൻ ഓർമ്മിച്ചു. എല്ലാം അന്തരംഗത്തിൽ അടക്കിക്കൊണ്ട് അദ്ദേഹം ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു: ജ്യേഷ്ഠ, പ്രകൃതിയിലെ വ്യത്യാസങ്ങളൊന്നും ജ്യേഷ്ഠൻ കാണുന്നില്ലേ? പണ്ടില്ലാത്തവണ്ണം പല ദുർനിമിത്തങ്ങളും ദ്വാരകയിൽ ഇപ്പോൾ കാണപ്പെടുന്നു. മഹർഷികളുടെ ശാപത്തിൻ്റെ ഫലം അനുഭവപ്പെടാൻ തുടങ്ങുകയാണ് എന്ന് തോന്നുന്നു. ദേവസഭയും പാരിജാതവും തനിയെ ആകാശത്തിലേക്ക് ഉയർന്ന് മറഞ്ഞു കഴിഞ്ഞു. വാഹനമായ ഗരുഡനെ കാണാനില്ല. ഗരുഡാങ്കിത കൊടിക്കൂറകളുടെ നിറം മങ്ങിയിരിക്കുന്നു. ധ്വജങ്ങൾ ചാഞ്ഞു നിൽക്കുന്നു. പാഞ്ചജന്യത്തിൻ്റെ പ്രണവശബ്ദത്തിനോടൊപ്പം അപശബ്ദങ്ങൾ മുഴങ്ങുന്നു. പൂജാദ്രവ്യങ്ങൾ മലിനപ്പെട്ട് അശുദ്ധമാകുന്നു. അമ്പരവീതിയിൽ സദാ കൊള്ളിമീൻ മിന്നുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദ്വാരകയ്ക്ക് എന്തോ ആപത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുജനങ്ങളോടും മന്ത്രിമാരോടും വൃദ്ധന്മാരോടും ഞാനിത് പറഞ്ഞപ്പോൾ അവർ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ആപത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി വ്രതമനുഷ്ഠിച്ച് ദേവപ്രീതി വരുത്തണം. ദേവകൾ പ്രസാദിച്ചാൽ മുനികളുടെ ശാപം ഫലിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞ് ബലരാമനെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ മായയാൽ മയക്കി. അനുജന്റെ അഭിപ്രായത്തിനോട് ബലഭദ്രൻ യോജിച്ചു. അതനുസരിച്ച് സംഘർഷണൻ വൃദ്ധരായ മന്ത്രിമാരെയും യാദവ പ്രമാണികളെയും ഉഗ്രസേനൻ, ശൂരസേനൻ തുടങ്ങിയ ഗുരുജനങ്ങളെയും വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ആപത് സൂചകങ്ങളായ ദുർനിമിത്തങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. മാമുനികളുടെ ശാപം നാം അനുഭവിക്കാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോകുന്നു.
ഇതിൻ്റെ ഒരു ശാന്തിക്കായി നാം എല്ലാവരും ഉടൻ തന്നെ പ്രഭാസ തീർത്ഥത്തിൽ പോയി പുണ്യസ്നാനം ചെയ്ത് സങ്കല്പബുദ്ധ്യ സർവശാപഫലങ്ങളും സമുദ്രത്തിൽ സമർപ്പിക്കണം. ദേവപ്രീതി വരുത്തുവാൻ വ്രതങ്ങളും അനുഷ്ഠിക്കണം. പണ്ട് ഈ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പലരും ശാപദോഷം പരിഹരിച്ചിട്ടുണ്ട്. ദക്ഷൻ ചന്ദ്രനെ ശപിച്ചപ്പോൾ ചന്ദ്രൻ ഈ തീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്താണ് ശാപമോചനം നേടിയത്. ആയതിനാൽ ഇനി ഒട്ടും വൈകാതെ നമുക്കെല്ലാവർക്കും കൂടി പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് ദേവപൂജകൾ നടത്തി നമ്മുടെ ശാപത്തിന് മോചനം വരുത്തണം. ജ്യേഷ്ഠൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് യാദവന്മാരെല്ലാവരും, സ്ത്രീകളും ചെറുബാലന്മാരും ഒഴിച്ചുള്ള സർവ്വയാദവന്മാരും മുനിമാരുടെ ശാപത്തെ ഭയന്ന് പ്രഭാസാ തീർത്ഥത്തിലേക്ക് പോകുവാൻ സന്നദ്ധരായി. ചിലർ രഥങ്ങളിലും ചിലർ ശകടങ്ങളിലും മറ്റു ചിലർ നടന്നും പ്രഭാസത്തിലേക്ക് പുറപ്പെട്ടു. ഈ സമയം ഉദ്ധവർ മാത്രം അവരുടെ കൂടെ പോയില്ല. ആ ഭക്തോത്തമൻ കൃഷ്ണന്റെ അടുത്തു വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു: ഭഗവാനെ കൃഷ്ണ, അവിടുന്ന് എന്തൊക്കെയോ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിധം അടിയന് തോന്നിപ്പോകുന്നു. മായാവിലാസങ്ങൾ അവസാനിപ്പിച്ച് അവിടുന്ന് ജീവിത യവനികയിൽ മറയുവാൻ തുടങ്ങുകയാണോ? ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഉദ്ധവരെ, ഈ ജീവിതം എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? ഒരു സ്വപ്നം മാത്രമാണിത്. സ്വപ്നം യാഥാർത്ഥ്യമാകുമെങ്കിൽ ജീവിതവും യാഥാർത്ഥ്യമാകും. അയഥാർത്ഥമായ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുവാനാണ്? ഞാൻ യാഥാർത്ഥ്യമാണ്. എന്നെ ആവരണം ചെയ്തു കാണുന്ന ജീവിതം അത് മായയാണ്, അത് യാഥാർത്ഥ്യമല്ല. അതുപോലെ അങ്ങും ഞാനും രണ്ടാണെന്ന് തോന്നുന്നു എങ്കിലും രണ്ടും ഒന്നു തന്നെയാണ്. മായയാകുന്ന കണ്ണാടിയിൽ നമ്മൾ രണ്ടായി കാണുന്നു എന്നു മാത്രം. അതുപോലെ ഈ പ്രപഞ്ചവും മായ കൊണ്ടുള്ള വെറും തോന്നൽ മാത്രമാണ്. ഭക്തിയാൽ ആ മായയെ അകറ്റുവാൻ കഴിയും. ഭക്തിയാണ് എന്നെ പ്രാപിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. ആയതിനാൽ അങ്ങ് ഭക്തിയോടുകൂടി ജീവിച്ചു കൊള്ളുക. ഈ വിധം ഭഗവാൻ ഉപദേശിച്ചപ്പോൾ ഉദ്ധവർ ഇങ്ങനെ ചോദിച്ചു: ചിന്മയനായ കൃഷ്ണ, അവിടുന്ന് എവിടെ പോകുന്നുവോ അവിടേക്ക് ഈ ദാസനെയും കൂടി കൊണ്ടുപോകണമേ. ദുഃഖം നിറഞ്ഞ ഈ ജീവിതം അടിയനിനി വേണ്ട. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: ഉദ്ധവരെ, അങ്ങ് ഭയപ്പെടാതിരിക്കും. എന്നിൽ വിലയം പ്രാപിക്കുവാനുള്ള പുണ്യമായ അവസരം അങ്ങേക്ക് സമാഗതമായിട്ടില്ല. ഈ യാദവ വംശവും ദ്വാരകയും ഉടൻ തന്നെ നശിക്കും. നാശത്തിലേക്കാണ് അവർ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. അവർ ധർമ്മം വെടിഞ്ഞ് അഹങ്കാരത്താൽ മദ്യപാന മതോന്മത്തരായി മതിമറന്ന് ജീവിക്കുകയാണ്. അവർ സമൂലം നശിക്കപ്പെടണം. അധർമ്മികളിൽ ഞാൻ ദയാലുവല്ല. ഞാൻ ഉടൻ തന്നെ ഈ ഭൂമി വെടിഞ്ഞ് എൻ്റെ കാരണമായ വിഷ്ണുവിൽ ലയിക്കും. അതോടുകൂടി ദ്വാരകയെയും സാഗരം വിഴുങ്ങും. അർജുനന് ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. അവൻ വന്ന് അവശേഷിക്കുന്ന അബലകളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കും. പരസ്പര കലഹത്തിൽ കൂടി ശ്രേഷ്ഠമായ യാദവ വംശം ഇപ്പോൾ നശിക്കും. അത് കണ്ടുകൊണ്ട് വേണം എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ. ഭക്തോത്തമനായ അങ്ങ് ഇതൊന്നും കാണുവാൻ ഇവിടെ നിൽക്കേണ്ടതില്ല. നേരെ ബദര്യാശ്രമത്തിൽ പോയി നരനാരായണമൂർത്തിയെ തപസ്സു ചെയ്ത് എന്നിൽ വിലയം പ്രാപിച്ചു കൊള്ളുക. എൻ്റെ ഭക്തകളായ ഗോപനാരികളും യശോദാനന്ദഗോപന്മാരും ഭൂമിയിലെ വാസം വെടിഞ്ഞ് സായുജ്യപദം നേടിക്കഴിഞ്ഞിരിക്കുന്നു. വൃന്ദാവനവാസികളായ ഗോപന്മാരും പെട്ടെന്ന് തന്നെ ആനന്ദ സ്വർഗം പ്രാപിക്കും.
അനന്തരം ഭഗവാൻ ഉദ്ധവരുടെ മനസ്സിലെ മായ അകറ്റുന്നതിനു വേണ്ടി അനവധി ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ഭഗവാൻ ആ ഭക്തോത്തമനെ അനുഗ്രഹിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കളത്രപുത്രാദികളെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞ് വൽക്കലധാരിയായി ദണ്ഡും കമണ്ഡലവുമേന്തി ബൃഹസ്പതി ശിഷ്യൻ ലോകനിയന്താതാവായ പരമാത്മാവായ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് തൽക്ഷണം തന്നെ ബദര്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. യാത്ര തിരിക്കുന്നതിനു മുമ്പ് ഭഗവാൻ ഒന്നുകൂടി പ്രത്യേകം ഉപദേശിച്ചു. ഉദ്ധവരെ, കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ അർച്ചനകൾ കൊണ്ടും കലിയുഗത്തിൽ തപസ്സോ യാഗമോ അർച്ചനയോ ഒന്നും വേണ്ട, വെറും ഭഗവാന്റെ കീർത്തനം കൊണ്ടും ഭക്തന് സായുജ്യം നേടുവാൻ സാധിക്കുമെന്ന് അങ്ങ് ധരിച്ചുകൊള്ളുക. ഈ തത്വം നാരദമുനി വസുദേവർക്കും ഉപദേശിച്ചു കൊടുക്കുക ഉണ്ടായി. പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ട യാദവന്മാർ ധാരാളം മദ്യം ഉപയോഗിച്ചിരുന്നു. ഏതു സമയവും മദ്യലഹരിയിൽ മുഴുകിയായിരുന്നു ആ കാലത്തിലുള്ള അവരുടെ നടപ്പ്. ദേവപ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമായ സാധനമെന്ന നിലയിൽ അവർ ഓരോരുത്തരും മദ്യം കൈവശം കരുതുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ കൃഷ്ണന്റെ പുത്രന്മാരും പൗത്രന്മാരും ഉൾപ്പെട്ടിരുന്നു. ഭഗവാനിൽ കൂടി യാദവർക്ക് പ്രതാപവും പ്രശസ്തിയും സമ്പത്തും സൗഭാഗ്യവും വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായി അവർ അഹങ്കാരികളായി തീർന്നു. അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ആനന്ദത്തിനു വേണ്ടി വർജ്യങ്ങളായ മദ്യത്തെയും അവർ സ്വീകരിച്ചു. കൃഷ്ണനെ പോലും അവർക്ക് ഭയമില്ല എന്ന മട്ടായി. അതാണ് അവർ ആകെ നശിക്കുവാൻ കാരണം. ബലഭദ്രൻ, പ്രദ്യുമ്നൻ, സാമ്പൻ, സാത്യകി, സാരണൻ, സുഭദ്രൻ, ശതജിത്ത്, സഹജിതൻ, സംഗ്രാമജിത്ത്, കൃതവർമാവ്, അനിരുദ്ധൻ, അക്രൂരൻ, ഉഗ്രസേനൻ, ശൂരസേനൻ, സുരഥൻ തുടങ്ങിയ പ്രസിദ്ധരായ യദുകുല നേതാക്കന്മാരും മദ്യത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. നല്ല വസ്ത്രാഭരണങ്ങളും സ്വർണമാല്യങ്ങളും അമ്പ്, ഖഡ്ഗം, ഗദ തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച് വിചിത്ര ഛത്രങ്ങളും ചൂടി ആർപ്പു വിളിച്ച് ഘോഷയാത്രയായിട്ടാണ് അവർ പ്രഭാസയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. വേണ്ടപ്പോൾ കുടിക്കുവാനുള്ള മദ്യവും അവർ സൂക്ഷിച്ചിരുന്നു. യാത്രാവസരത്തിൽ കൃഷ്ണൻ തങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുപോലും ആരും അന്വേഷിച്ചില്ല. അന്വേഷിക്കുവാൻ അവർക്ക് തോന്നിയതുമില്ല. അവർ യാത്ര പുറപ്പെടുന്ന സമയത്താണ് സാക്ഷാൽ വൈകുണ്ഠപതിയായ ഭഗവാൻ ശ്രീഹരി ഉദ്ധവർക്ക് ഉപദേശം നൽകിയത്. പ്രഭാസയിൽ എത്തിയ ഉടനെ മധുരയുടെ ലഹരിയിൽ മുഴുകിയും മധുവൈരിയുടെ മായയിൽ മയങ്ങിയും അവർ സർവമൈത്രീ ബന്ധങ്ങളും മറന്ന് വാശിയോടെ ഓരോ വാക്കുതർക്കങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. ഭാരതയുദ്ധത്തിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാഞ്ചാലി നന്ദനന്മാരെ ചതിയാൽ ഉറക്കത്തിൽ വെട്ടിക്കൊന്നതിനു കൂട്ടുനിന്ന കൃതവർമാവ് ഒരു യാദവന് യോജിച്ച നീതിധർമ്മമാണോ ചെയ്തത് എന്ന് സാത്യകി ചോദിക്കുന്നു. അതേ തുടർന്ന് അവർ തമ്മിൽ അതിഘോരമായി വാക്ക് തർക്കമായി. അത് മൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുത്തുള്ള പ്രയോഗവും തുടങ്ങി. അതോടുകൂടി അന്തകന്മാരും വൃഷ്ണികളും ഭോജന്മാരും രണ്ടു ചേരികളിലായി തിരിഞ്ഞ് തമ്മിൽ യുദ്ധം ചെയ്യുവാനും തുടങ്ങി. അനുജന്മാരെന്നില്ല, ജ്യേഷ്ഠന്മാരെന്നില്ല, മക്കളെന്നില്ല, അമ്മാവന്മാരെന്നില്ല, പിതാക്കന്മാരെന്നില്ല, ആരുമില്ല. എല്ലാവരും മദ്യലഹരിയിൽ സർവലൗകിക ബന്ധങ്ങളും വെടിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളാൽ കൊലക്കളി നടത്തി. ഉറഞ്ഞു തുള്ളിയവർ അട്ടഹസിച്ചു. സ്വന്തക്കാർ മരിച്ചു വീഴുന്നത് കണ്ട് അവർക്ക് ഒരു വിഷമവും തോന്നിയില്ല. വെട്ടും കുത്തും അസ്ത്രപ്രയോഗങ്ങളും
പിന്നെയും അതിഘോരമായി നടന്നുകൊണ്ടേയിരുന്നു. യുദ്ധോത്സവം ഒരു കൂട്ട മരണത്തിൻ്റെ ഉത്സവമായി മാറി. ആ യുദ്ധത്തിൽ വൃദ്ധനായ ഉഗ്രസേനനും അതിശക്തനായ ബലരാമനും ഉണ്ടായിരുന്നു. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അക്രൂരൻ, സുമിത്രൻ, സംഗ്രാമജിത്ത്, സാരണൻ, സാമ്പൻ, സഹജിത്ത്, ധനു എന്നു തുടങ്ങിയ യാദവ പോർ വീരന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും അടിച്ചും ഇടിച്ചും ആയോധനം ചെയ്ത് ചത്ത് യമലോകം പൂകി. സാത്യകി, സത്യകൻ, കൃതവർമാവ് തുടങ്ങിയ ധീരയോദ്ധാക്കളും മരണമടഞ്ഞു. പിന്നെയും യുദ്ധം തുടരുകയാണ്. രക്തപ്പുഴകൾ പല വഴിക്കും ഒഴുകി തുടങ്ങി. യുദ്ധം ചെയ്തു ചെയ്ത് വില്ലുകൾ ഒടിഞ്ഞു, ബാണങ്ങൾ അവസാനിച്ചു, ഗദകൾ തകർന്നു. അങ്ങനെ ആയുധങ്ങൾ അവസാനിച്ചപ്പോൾ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകൾ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും എയ്യുകയും വാരി വാരി എറിയുകയും ചെയ്തുകൊണ്ടുള്ള പോരാട്ടമായി. ഖഡ്ഗത്തേക്കാൾ മൂർച്ചയും ബലവുമുള്ള ഏരകപ്പുല്ലുകളുടെ ഓലകൾ കൊണ്ടുള്ള വെട്ടും കുത്തും ശരപ്രയോഗങ്ങളും സഹസ്രക്കണക്കിനു യദുക്കളെ നശിപ്പിച്ചു. യദുക്കൾ തലയറ്റും ഉടലറ്റും യമലോകം പ്രാപിച്ചു. ഉഗ്രസേനൻ, ശൂരസേനൻ മുതലായ വൃദ്ധന്മാരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇതെല്ലാം കണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ ബലഭദ്രൻ ബാക്കിയുള്ള സർവ്വയാദവന്മാരെയും തൻ്റെ കലപ്പയെന്ന ആയുധത്താൽ അടിച്ച് കൊന്നുകളഞ്ഞു. ഒരു യാദവൻ പോലും പ്രഭാസതീർത്ഥക്കരയിൽ അവശേഷിച്ചില്ല. തൻ്റെ കോപം അല്പം ശാന്തമായപ്പോൾ സംഘർഷണൻ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. ആകെ ഒരു ഭീകരത തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കണക്കില്ലാത്ത യാദവ മൃതദേഹങ്ങൾ ആ കടൽ തീരം മുഴുവനും അങ്ങിങ്ങായി ചിന്നി ചിതറിക്കിടക്കുന്നു. അതിദാരുണമായ കാഴ്ച. യദുവംശം മുഴുവനും പരസ്പരം പോരാടി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനെയും കാണുന്നില്ല. ഇനി ഞാനും ജീവിച്ചിരുന്നിട്ട് എന്തു പ്രയോജനം? എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശവും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിധം ചിന്തിച്ച് ബലഭദ്രൻ സമുദ്രക്കരയിൽ ചെന്ന് പത്മാസനം പൂണ്ട് ധ്യാനനിരതനായി ഇരുന്നു. യോഗാഗ്നിയിൽ തൻ്റെ ജഡം നശിപ്പിച്ച് വൈകുണ്ഠലോകം പോകി. ആത്മാവിനെ ആദിശേഷനിൽ ലയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം യോഗാഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കെ സ്വർണവർണ്ണപ്രഭമായ ഒരു സർപ്പം വദനത്തിൽ നിന്നും സാവധാനം പുറത്തേക്ക് ഇഴഞ്ഞു വന്ന് സാഗരത്തിൽ മുങ്ങി അന്തർധാനം ചെയ്തു. അതോടുകൂടി തിരമാലകൾ അടിച്ചു കയറി അദ്ദേഹം സമാധിയിരുന്ന സ്ഥലം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ജ്യേഷ്ഠന്റെ നിര്യാണവും യദുവംശത്തിൻ്റെ നാശവും ഭഗവാൻ അകലത്തിൽ നിന്നുകൊണ്ട് ദർശിച്ചു. മുളകൾ തമ്മിലുരഞ്ഞാലുണ്ടാകുന്ന അഗ്നിയിൽ ആ മുളകൾ മുഴുവനും നശിക്കുന്നത് പോലെ യദുവംശവും പരസ്പരം കലഹിച്ച് സ്വയം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ സമയമായി എന്ന് സാക്ഷാൽ വൈകുണ്ഠപതി നിശ്ചയിക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ ഇന്ന് ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മളത് പറയുന്നതാണ്. 4 യുഗങ്ങളാണ്. അതിൽ മറ്റു 3 യുഗങ്ങളിലും യജ്ഞങ്ങൾക്കും ഹോമങ്ങൾക്കും പ്രാധാന്യം കൂടുതലുണ്ടെങ്കിൽ ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ട് ഒരു ഭക്തന് മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മുമ്പ് പലതവണയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം നാമജപമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഭഗവാൻ സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധവരിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഈ ഒരൊറ്റ കാര്യമാണ്
ഭഗവാൻ നമ്മളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. അതായത് ദുഷ്ടജനങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കലും ഉണ്ടാവുകയില്ല, അവരോടെനിക്ക് യാതൊരു മമതയുമില്ല, സമൃദ്ധി ഉണ്ടായി എന്നു കരുതി അഹങ്കരിക്കുന്നവരുടെ കൂടെ ഞാൻ ഒരിക്കലും ഉണ്ടാവുകയില്ല, എന്നിൽ ലയിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് പറയുന്നത് നാമജപമാണ്. ഈ കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ്. ഭഗവാൻ അത് വളരെ ഇഷ്ടമാണ്. ഭഗവാന്റെ കഥകൾ പറയുന്നത് നാമജപത്തിന് തുല്യമാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് നാമജപം കേൾക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ കഥകൾ കേൾക്കുക, കഥകൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കഥകൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും മതി, അതും ഒരു പുണ്യം തന്നെയാണ്. എല്ലാവരും ഭഗവാനെ പറ്റി അറിയട്ടെ, എല്ലാവരും നാമം ജപിക്കട്ടെ. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക, നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ആ ജപം നിങ്ങൾക്ക് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ. ഭഗവാൻ നമ്മളോട് അവസാനമായി പറഞ്ഞു തന്നതും അതാണ്. അത് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ്, നമുക്ക് ഉപദേശിച്ചു തന്നതിന് ശേഷമാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാളെ സ്വർഗാരോഹണം നമുക്ക് പറയാം. എല്ലാവരും ആ ഭാഗത്തിനായി കാത്തിരിക്കുക. ഹരേ കൃഷ്ണ.